വയനാട്ടിൽ പോളിനെ കൊലപ്പെടുത്തിയ ആനയെ ആവശ്യമെങ്കിൽ മയക്കുവെടി വെച്ച് പിടികൂടാൻ കളക്ടറുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ തീരുമാനമായി. ഇതിനിടെ പുൽപ്പള്ളിയിൽ ജനങ്ങളുടെ പ്രതിഷേധം സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങിയിരുന്നു. വയനാട് ADM പോളിന്റെ വീട്ടിലെത്തി ബന്ധുക്കളെ കാണുകയും ചെയ്തു. അനൂപിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. അനൂപ്, ഈ ആനയെ മയക്കുവെടി വെക്കാനുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അത്തരം സാഹചര്യങ്ങൾ എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകുക? പ്രാർത്ഥനാ ചടങ്ങുകൾ പൂർത്തിയായി. ആദ്യം വീട്ടിലായിരുന്നു മന്ത്രോടി യുവതാധ്യക്ഷൻ മാർജോസ് പെരുന്നേടത്തിന്റെ നേതൃത്വത്തിൽ പ്രാർത്ഥന നടന്നു. അതിനുശേഷം ഇവിടെ സെന്റ് ജോർജ് ഭദ്രാസന പള്ളിയിലേക്ക്, സിംഹാസന പള്ളിയിലേക്ക് കൊണ്ടുവന്നു. ഇവിടെ വെച്ചിട്ട് ഇപ്പോൾ പ്രാർത്ഥനാ ചടങ്ങുകൾ പൂർത്തിയായതിനു ശേഷം ഇപ്പോൾ സെമിത്തേരിയിലേക്ക് കൊണ്ടുപോവുകയാണ്. സെമിത്തേരിയിലാണ് ഇവിടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. അവിടേക്ക് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം എത്തിക്കും. പ്രാർത്ഥന ചടങ്ങുകൾ പൂർത്തിയതിനു ശേഷം ഇപ്പോൾ അവിടേക്ക് സംസ്കാര ചടങ്ങുകൾക്കായി കൊണ്ടുപോവുകയാണ്. നേരത്തെ നാം പറഞ്ഞതുപോലെ വലിയ പ്രതിഷേധങ്ങളെല്ലാം നടന്നിരുന്നു. വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് മൃതദേഹ ശരീരം ആംബുലൻസിൽ നിന്ന് വീട്ടിലേക്ക് എടുക്കാൻ ബന്ധുക്കൾ സമ്മതിച്ചത്. അത് ADM എത്തി ഉറപ്പ് നൽകണമെന്നൊരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. ആ തീരുമാനം അനുകൂലമായതിനെ തുടർന്നാണ് ബാക്കി കാര്യങ്ങൾ സുഗമമായി നടന്നത്. അവരുടെ കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം ഈ നൽകിയ വാഗ്ദാനങ്ങൾ, സമരസ്ഥലത്ത് നൽകിയ വാഗ്ദാനങ്ങൾ ഔദ്യോഗികമായി തന്നെ അറിയിക്കണമെന്നായിരുന്നു. അതിന് ADM ബന്ധപ്പെട്ട അധികാരികളോ സ്ഥലത്തെത്തി അത്തരത്തിൽ വിശദീകരണം നൽകണമെന്നായിരുന്നു. ഏതായാലും ആ വിശദീകരണം നൽകി. ADM തന്നെ സ്ഥലത്തെത്തി 10 ലക്ഷം രൂപ ആദ്യഘട്ടത്തിൽ തന്നെ കൈമാറി. പിന്നീട് ബാക്കിയുള്ള നടപടികൾ, യോഗ തീരുമാനങ്ങൾ എത്രയും പെട്ടെന്ന് നടപ്പാക്കാനുള്ള തീരുമാനങ്ങൾ ഉറപ്പു നൽകുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പ്രാർത്ഥനാ ചടങ്ങുകൾക്കും സംസ്കാര ചടങ്ങുകൾക്കുമായി ആംബുലൻസിൽ നിന്ന് വീട്ടിന്റെ മുറ്റത്തിലേക്ക് ഇറക്കിയത്. അതിനുശേഷം പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നു. പിന്നീടാണ് അവിടുന്ന് ഏതാണ്ട് 8 കിലോമീറ്റർ അകലെയുള്ള പള്ളിയിലേക്ക്, സെമിത്തേരിയിലേക്ക് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കൊണ്ടുവരുന്നതും പ്രാർത്ഥനാ ചടങ്ങുകൾ ആരംഭിച്ചതും. ഇവിടെ പള്ളി വികാരി, ഈ സെന്റ് ജോർജ് പള്ളി വികാരിയാണ് ഇത്തരത്തിൽ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം സംസ്കാര ചടങ്ങുകൾക്കായി സെമിത്തേരിയിലേക്ക് മാറ്റുകയും. അനൂപ് KR ആണ് വിവരങ്ങൾ നൽകിയത്. പോളിന്റെ മൃതദേഹം സംസ്കാര ചടങ്ങുകൾക്കായി പള്ളിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അല്പം മുമ്പ് ADM വീട്ടിലെത്തി ബന്ധുക്കളെ കണ്ടിരുന്നു. നഷ്ടപരിഹാര തുകയുടെ ആദ്യ ഗഡു 10 ലക്ഷം രൂപ ബന്ധുക്കൾക്ക് കൈമാറുകയും ചെയ്തു. അനൂപ്, അല്പം മുമ്പ് ഈ ആവശ്യമെങ്കിൽ പോളിന്റെ സംസ്കാര ചടങ്ങുകളുടെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. പള്ളിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് മൃതദേഹം. സംസ്കാരം ചടങ്ങുകൾ തുടങ്ങിയിട്ടുണ്ട്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. അനൂപ് KRലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. അനൂപ്, വലിയ തരത്തിലുള്ള പ്രതിഷേധമൊക്കെ മുൻപ് കണ്ടിരുന്നു. ഇപ്പോൾ അത്തരം സാഹചര്യങ്ങൾ എങ്ങനെയാണ്? കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വനം വകുപ്പ് വാച്ചർ പോളിന്റെ സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ നടക്കുകയാണ്. പള്ളിയിലേക്ക് മൃതദേഹം എത്തിച്ചിട്ടുണ്ട്. വലിയ പ്രതിഷേധം രാവിലെ മുതൽ തന്നെ വയനാട്ടിൽ ഉണ്ടാകുന്നതും കണ്ടിരുന്നു. പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി തിരിച്ചെത്തിച്ച മൃതദേഹവുമായാണ് നാട്ടുകാർ പ്രതിഷേധിച്ചത്. അതിനുശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകുകയായിരുന്നു. വീട്ടിൽ പൊതുദർശനം ഉണ്ടായിരുന്നു. അതിനുശേഷം പള്ളിയിലേക്ക് എത്തിച്ചു. സംസ്കാര ശുശ്രൂഷകൾ പൂർത്തിയാക്കി ഇപ്പോൾ മൃതദേഹം സംസ്കരിക്കുന്ന നടപടികളിലേക്ക്, അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വലിയ ജനാവലി അദ്ദേഹത്തിന് അവസാനമായി കാണാനും അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിച്ചേരുകയും ചെയ്തിരുന്നു. അതേസമയം പോളിനെ ആക്രമിച്ച കാട്ടാനയെ ആവശ്യമെങ്കിൽ മയക്കുവെടി വെക്കാം എന്ന തീരുമാനത്തിലേക്കും ഇപ്പോൾ അധികൃതർ എത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിൽ ADM അല്പം മുമ്പ് പോളിന്റെ വീട്ടിലെത്തി ബന്ധുക്കളെ കണ്ടിരുന്നു, ആശ്വസിപ്പിച്ചിരുന്നു. 50 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി നൽകണമെന്നതാണ് ആവശ്യം. 10 ലക്ഷം രൂപ ആദ്യ ഗഡുവായി ADM നൽകുകയും ചെയ്തു. വലിയ ജനാവലി പോളിനെ അവസാനമായി കാണാൻ അന്തിമോപചാരം അർപ്പിക്കാനായി പള്ളിയിലും സെമിത്തേരിയിലുമൊക്കെയായി എത്തിയിട്ടുണ്ട്. എല്ലാ ചടങ്ങുകളും പൂർത്തിയാക്കി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കരിച്ചിരിക്കുന്നു. കാട്ടാനയുടെ ആക്രമണത്തിലാണ് കുറുവാദ്വീപിലെ വാച്ചർ കൂടിയായ പോൾ കൊല്ലപ്പെട്ടത്. ചികിത്സയിൽ ഇരിക്കെയാണ് മരണം സംഭവിച്ചത്. അതിനുശേഷം ഈ ആനയെ പിടികൂടണം എന്നതുൾപ്പെടെയുള്ള ആവശ്യത്തിൽ, പ്രത്യേകിച്ചും ഈ വയനാട്ടിൽ തുടർച്ചയായി ഉണ്ടാകുന്ന വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധം രാവിലെയൊക്കെ ഉയരുകയും ചെയ്തിരുന്നു. ജനപ്രതിനിധികളടക്കമുള്ളവരെ നാട്ടുകാർ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. അനൂപ് KR ചേരുകയാണ്. അനൂപ്, പറയൂ വിവരങ്ങൾ. ഇപ്പോൾ പുൽപ്പള്ളി ആനപ്പാറ സെന്റ് ജോർജ് ഭദ്രാസന സിംഹാസന പള്ളിയിൽ ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ വെള്ളച്ചാലി പോളിന്റെ സംസ്കാര ചടങ്ങുകൾ നടത്തുകയാണ്. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അല്പസമയം മുൻപാണ് ഇവിടേക്ക് എത്തിച്ചത്. വീട്ടിൽ ആദ്യം പ്രാഥമിക പ്രാർത്ഥനാ ശുശ്രൂഷകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അവിടെ മാനന്തവാടി രൂപതാ ബിഷപ്പ്
രൂപതാധ്യക്ഷൻ മാർ ജോസ് പെരുന്നേടമാണ് പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത്. പിന്നീട് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഏതാണ്ടൊരു 8 കിലോമീറ്റർ അകലെയുള്ള ആനപ്പാറ സെന്റ് ജോർജ് പള്ളിയിലേക്കാണ് മൃതദേഹം എത്തിച്ചത്. ഇവിടെ പള്ളി വികാരി സംസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി, പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി. ആ പ്രാർത്ഥനകൾക്ക് ശേഷം ഇപ്പോൾ സമീപത്തുള്ള സെമിത്തേരിയിലേക്ക് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം എത്തിക്കുകയും സംസ്കാര ചടങ്ങുകൾ നടത്തുകയുമാണ്. അദ്ദേഹത്തിന്റെ ഒരു വിയോഗത്തിൽ ഈ പുൽപ്പള്ളിയിലെ ഒട്ടുമിക്ക ജനങ്ങളെല്ലാം തന്നെ ഈ അദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങുകളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിയിരുന്നു. ഏതായാലും അത്തരത്തിൽ വലിയൊരു ജനപങ്കാളിത്തത്തോടു കൂടിയാണ് ഒരു ഈ ദാരുണമായ സംഭവത്തെ തുടർന്ന് കൊല്ലപ്പെട്ട വെള്ളച്ചാലിൽ പോളിന്റെ ഇത്തരത്തിലുള്ള മരണാനന്തര ചടങ്ങുകൾ നടക്കുന്നത്. അത് സെന്റ് ജോർജ് പള്ളി സെമിത്തേരിയിലാണ് ഇത്തരം ചടങ്ങുകളെല്ലാം തന്നെ നടക്കുന്നത്. നേരത്തെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഉൾപ്പെടെ നടന്നിരുന്നു. ഈ പുൽപ്പള്ളി നടന്ന പ്രതിഷേധത്തിൽ നൽകിയ ഉറപ്പുകൾ അത് വാക്കുകൾ നൽകിയാൽ പോരാ, അത് ഔദ്യോഗികമായി ഒരു അറിയിപ്പായി നൽകണമെന്നായിരുന്നു പ്രധാനമായും അവർ ആവശ്യപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ ADM തന്നെ നേരിട്ടെത്തുകയും ഇവിടെ വെച്ചിട്ട് ഈ ഉറപ്പുകൾ ഔദ്യോഗികമായി തന്നെ നാട്ടുകാരെ അറിയിക്കുകയും ചെയ്തു, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ. അതിനുശേഷമാണ് ഈ മൃതശരീരം ആംബുലൻസിൽ നിന്ന് ഇറക്കുകയും പ്രാർത്ഥനാ ചടങ്ങുകൾ ആരംഭിക്കുകയും ചെയ്തത്. ഇതിൽ പ്രധാനം ഈ കുടുംബത്തിന്റെ നഷ്ടപരിഹാര തുക സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ 5 ലക്ഷവും പിന്നീട് വനംവകുപ്പിന്റെ സാങ്കേതിക നടപടികൾ പൂർത്തിയാക്കി 5 ലക്ഷം രൂപയും ആദ്യഘട്ടത്തിൽ നൽകുന്നതാണ് പതിവ്. എന്നാൽ ADM പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ 10 ലക്ഷം രൂപ നൽകാൻ തീരുമാനമായി. അത് ആദ്യഘട്ടത്തിൽ തന്നെ നൽകി. പിന്നീട് 40 ലക്ഷം രൂപ, അതായത് 50 ലക്ഷം രൂപയാണ് ആകെ നഷ്ടപരിഹാര തുകയായി ബന്ധുക്കൾ ആവശ്യപ്പെട്ടത്, കുടുംബം ആവശ്യപ്പെട്ടത്, നാട്ടുകാർ ആവശ്യപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ 40 ലക്ഷം രൂപ പ്രത്യേക തീരുമാനം സർക്കാർ തലത്തിൽ വരേണ്ടതുണ്ട്. അതിനുള്ള ശുപാർശ ജില്ലാ ഭരണകൂടം നൽകും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ബാക്കി നടപടികൾ. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ADM ഈ വീട്ടിൽ വെച്ച് ബന്ധുക്കൾക്കും നാട്ടുകാർക്കും ഉറപ്പ് നൽകി. ഇതോടൊപ്പം ഈ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയ ആന അക്രമകാരിയായി തുടരാൻ സാധ്യതയുള്ളതിനാൽ അതിനെ ഐഡന്റിഫൈ ചെയ്ത് ആവശ്യമെങ്കിൽ പിടികൂടുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള തീരുമാനം കൂടി DFOയുടെ ഉൾപ്പെടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. അത്തരം കാര്യങ്ങളെല്ലാം ഉറപ്പ് നൽകി അത് വീട്ടുകാർക്ക് ബോധ്യപ്പെട്ടതിനു ശേഷമാണ് പ്രാർത്ഥനാ ചടങ്ങുകൾ വീട്ടിൽ ആരംഭിച്ചത്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ പുൽപ്പള്ളി ആനപ്പാറയിലുള്ള സെന്റ് ജോർജ് പള്ളിയിലേക്ക് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം എത്തിച്ചത്. ഇപ്പോൾ പള്ളി വികാരിയുടെ നേതൃത്വത്തിൽ സംസ്കാര ചടങ്ങുകളിലൂടെ പുരോഗമിക്കുകയാണ്. വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പോളിന്റെ സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. സിജു കണ്ണൻ കൂടി ചേരുകയാണ്. സിജു, അല്പം മുമ്പ് അനൂപ് പറഞ്ഞതുപോലെ ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിട്ടുണ്ട്. ജനങ്ങളുടെ പ്രതിഷേധം ഏറെക്കുറെ അവസാനിച്ചിട്ടുണ്ടെങ്കിലും ഈ കാട്ടാന അത് ആക്രമണകാരിയാണ്. അപ്പോൾ ആവശ്യമെങ്കിൽ മയക്കുവെടി വെക്കാനുള്ള തീരുമാനത്തിലേക്ക് അധികൃതർ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണ്? പോളിന്റെ സംസ്കാര ചടങ്ങുകൾ സെന്റ് ജോർജ് പള്ളിയിൽ ആനപ്പാറ സെന്റ് ജോർജ് പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തിന് മുൻപാണ് പള്ളിയിലേക്ക് എത്തിച്ചത്. പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ശേഷം സംസ്കാര ചടങ്ങുകൾ നിലവിൽ പൂർത്തിയായി. കുടുംബത്തിന്റെയും അതോടൊപ്പം തന്നെ നാട്ടുകാരുടെയും പ്രധാനപ്പെട്ട ആവശ്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ സർക്കാർ ഇന്ന് അംഗീകരിച്ചു എന്നുള്ളതാണ്. ഇന്ന് കുടുംബത്തിന്റെ സംരക്ഷണം പ്രധാനമായും പോളിന്റെ ഭാര്യയ്ക്ക് സ്ഥിരം ജോലി നൽകുന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കുമെന്ന് അറിയിച്ചു. അതോടൊപ്പം തന്നെ ഈ കുടുംബത്തിന് ആവശ്യമായ നഷ്ടപരിഹാരം നൽകുന്ന കാര്യത്തിലും എല്ലാം തന്നെ തീരുമാനമെടുത്ത് ചെറിയൊരു പ്രതിഷേധം കഴിഞ്ഞാണ് പുൽപ്പള്ളിയിലേക്ക് ഇവിടെ നിന്ന് മൃതദേഹം കൊണ്ടുപോയി. വീട്ടിലും ചെറിയ പ്രതിഷേധം നടന്നതിനെ തുടർന്ന് ADM നേരിട്ടെത്തിയാണ് ഈ തീരുമാനങ്ങൾ എടുത്തത്. ഇന്നത്തെ തീരുമാനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് ഈ അക്രമകാരിയായ കാട്ടാനയെ കണ്ടെത്താനും അതിനെ തിരിച്ചറിഞ്ഞ ശേഷം ആവശ്യമാണെങ്കിൽ മയക്കുവെടി വെക്കാനുമുള്ള ഒരു തീരുമാനം. കഴിഞ്ഞയാഴ്ച ആക്രമണ സംഭവത്തിൽ അജി കൊല്ലപ്പെട്ട സംഭവത്തിൽ ബേലൂർ അഹമ്മദിനെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ആനയെ തിരിച്ചറിയുന്നതിന് പോളിനെ ആക്രമിച്ച കുറുവാദ്വീപിൽ വെച്ച് ആക്രമിച്ച ആനയെ തിരിച്ചറിയുന്നതിനുള്ള നടപടികൾ വനംവകുപ്പ് ആരംഭിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ആവശ്യമാണെങ്കിൽ മയക്കുവെടി വെക്കുന്നതിനുള്ള തീരുമാനം ഇന്നത്തെ യോഗത്തിലെടുത്തു വന്നു. കുടുംബത്തിന്റെ സംരക്ഷണം അതോടൊപ്പം തന്നെ അക്രമകാരിയായ കാട്ടാനയെ കണ്ടെത്തി അതിനെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കുന്നതിനാവശ്യമായ നടപടികൾ തുടങ്ങിയ കാര്യങ്ങളിലാണ് ഇന്ന് തീരുമാനം എടുത്തിട്ടുള്ളത്. ഏതായാലും വയനാട്ടിലെ ജനങ്ങൾ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ, ഇവരുടെ കുടുംബാംഗങ്ങൾ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആവശ്യങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് അടിയന്തര സാഹചര്യം പരിഗണിച്ച് വിഷയത്തിന്റെ ഗൗരവം പരിഗണിച്ചുകൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സർക്കാർ തലത്തിലുള്ള ഇടപെടലിലൂടെ കഴിഞ്ഞു എന്നുള്ളതാണ്. ഏതായാലും പോളിന്റെ സംസ്കാര ചടങ്ങുകൾ നിലവിൽ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. അനൂപ് KR, സിജു കണ്ണൻ എന്നിവരാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കാട്ടാന ആക്രമണത്തിൽ മരിച്ച കുറുവാദ്വീപ് വാച്ചർ പോളിന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ പള്ളിയിൽ ചടങ്ങുകൾ പൂർത്തിയായതാണ്. വലിയ ജനാവലിയുടെ പങ്കാളിത്തത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുകയും ചെയ്തത്. ADM ഉൾപ്പെടെയുള്ളവർ മറ്റ് അധികൃതരും പോളിന്റെ വീട്ടിലെത്തി കുടുംബങ്ങൾക്ക് അവർ
ആവശ്യപ്പെട്ട കാര്യങ്ങളിൽ ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം നാട്ടുകാരും ബന്ധുക്കളുമൊക്കെ മടങ്ങിപ്പോകുന്നു. പോളിൻ്റെ സംസ്കാരം പൂർത്തിയായിട്ടുണ്ട്. കുടുംബത്തിന് ആവശ്യമായ സഹായങ്ങളെല്ലാം ഉറപ്പ് നൽകുമെന്ന് അധികൃതർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്.